തിങ്കളാഴ്ച ഓണപരീക്ഷ ഓടാൻ പോകണം. അതിന് വരെ വീട്ടിൽ അടി ഉണ്ടായി ഒരു വാക്കി കൊള്ളത്തില്ല. പ്രതീക്ഷ ഇവർ കൂട്ടി എന്നുള്ളതാണ്. ഈ ലോകേഷൊക്കെ പറയും പോലെ എൻട്രവലൊക്കെ എണീറ്റിരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് എണീറ്റിന്നോയിട്ട് ഒന്ന് അനക്കാൻ പോലും പറ്റിയില്ല കാല്. പക്ഷേ ലോകേഷിൻ്റെ ഓൾമോസ്റ്റ് പടം വെച്ച് നോക്കുമ്പോൾ ഒന്നും വെൽസ്യൂ വെച്ചൊന്നും നമുക്ക് പോലെ. പക്ഷേ അനുജിത്തിന്റെ BGM-ഉം ബാക്ക്ഗ്രൗണ്ട് സ്കോറെല്ലാം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എക്സ്പെക്ടേഷൻ വെച്ച് വരല്ലേ. ആക്ഷനും കൊള്ളാം, പാട്ടും കൊള്ളാം, BGM കൊള്ളാം, എല്ലാം കൊള്ളാം. നല്ല പടം. ലോക്കി പടം എന്ന് വിചാരിക്കാതെ രജനി പടം എന്ന് പറഞ്ഞ് കാണുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. പക്ഷേ ലോകേഷിൻ്റെ ഓൾമോസ്റ്റ് പടം വെച്ച് നോക്കുമ്പോൾ ഒന്നും വെൽസ്യൂ വെച്ചൊന്നും നമുക്ക് പോലെ. പക്ഷേ അനുജിത്തിന്റെ BGM-ഉം ബാക്ക്ഗ്രൗണ്ട് സ്കോറെല്ലാം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ നന്നായിട്ട് എഫേർട്ട് ഇട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും. പിന്നെ എല്ലാം അമീർ ഖാൻ ആയാലും നാഗാർജുനായാലും സൗബിനായാലും നല്ല രീതിക്ക് തന്നെ നല്ല വൃത്തിക്ക് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അനിയുടെ ഒരു ബോണ് തന്നെ ഈ പടത്തിലുണ്ട്. ബാക്ക് ബോൺ തന്നെ അനി നല്ല രീതിക്ക് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ലോകേഷിന്റെ സ്ക്രീൻ പ്രസൻസ് എല്ലാം അമീർ ഖാനൊക്കെ വെറുതെ കൊണ്ടുവന്നതാണ്. അമീർ ഖാൻ്റെ ആവശ്യമൊന്നുമില്ല. വെറുതെ ഒരു കൊള്ളൂല. ആവറേജ് ബിലോ ആവറേജ് എന്നേ പറയാൻ പറ്റുള്ളൂ നമുക്ക്. അമീർ ഖാനെ വെറുതെ മൊണ്ണയാക്കി. സത്യം പറയും അമീർ ഖാൻ്റെ അങ്ങനെ തന്നെ ഒരുമാതിരി കുട്ടി നിക്കർ വിട്ട് ടാറ്റു അടിച്ച് എന്നിട്ട് എന്ന് പറഞ്ഞാൽ രജനീകാന്തിൻ്റെ കാലിൽ കിടക്കണം അമീർ ഖാൻ. മറ്റേ റോളക്സിൻ്റെ ഒന്നുമായിട്ട് നാണക്കേട്. അമീർ ഖാനൊക്കെ അതിൻ്റെ ആവശ്യം പോലും ഇല്ലായിരുന്നു. മൊത്തത്തിൽ കൊള്ളൂല, സീരിയസ് ആയിട്ടും കൊള്ളൂല. ലാഗായിരുന്നു. പ്രതീക്ഷ കൂടി കൊണ്ടാണോ അങ്ങനെ തോന്നുന്നത്? പ്രതീക്ഷ ഇവർ കൂട്ടി എന്നുള്ളതാണ്. ഈ ലോകേഷൊക്കെ പറയും പോലെ എൻട്രവലൊക്കെ എണീറ്റിരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് എണീറ്റിന്നോയിട്ട് ഒന്ന് അനക്കാൻ പോലും പറ്റിയില്ല കാല്. ആദ്യം തുടങ്ങിയപ്പോൾ ഒന്ന് മിണ്ടായിരുന്നു. അവസാനവും കുറച്ചൊക്കെ കൊള്ളായിരുന്നു അവസാനം. അതുമല്ല മിണ്ടാതിരുന്നു. ഒരു കൂവലും കുരവലും ഒന്നും ഇല്ലായിരുന്നു. ജയിലറിലൊക്കെ നമ്മളിങ്ങനെ ചാടിക്കുമായിരുന്നു. ഇത് ഒരുമാതിരി കൊള്ളൂല, ഒരു വായിക്ക് കൊള്ളൂല. രജനീകാന്തിനെക്കാളും കൈയിടുന്ന ഉപേന്ദ്രയ്ക്കാണെന്ന് പറയുന്നുണ്ടല്ലോ. ഉപേന്ദ്ര അതിൽ കൂടെ എനിക്ക് ഇഷ്ടപ്പെട്ട ഉപേന്ദ്രയാണ്. ഉപേന്ദ്രൻ്റെ ആ ഒരു കൊണ്ടുവരുന്ന രീതിയും കൊള്ളാം. ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അതിൻ്റെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഉപേന്ദ്രൻ്റെ കാര്യത്തിൽ. നൈസ്. ഉപേന്ദ്ര കൊള്ളാം, വേറെ കൊള്ളൂല. രജനീകാന്ത് അമീർ ഖാനാണ് വൻ വിഷയം തഴഞ്ഞിട്ടിക്കണം. അമീർ ഖാൻ എന്തിനു കൊണ്ടുവന്നെന്ന് ആർക്കറിയാം. കൊള്ളൂല. ബാബുരാജിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ ബാബുരാജ് അല്ല വേറെ ആര് ചെയ്താലും ആ ക്യാരക്ടർ ചെയ്യാൻ പറ്റും. ബാബുരാജിന്റെ ആവശ്യം പോലും ഇല്ല. ബാബുരാജിന് 1-2 സീനുണ്ട്. ബാബുരാജ് അല്ല വേറെ ആര് ചെയ്താലും നന്നായിട്ടിരിക്കും. ആർക്കും ചെയ്യാൻ പറ്റില്ല. ശ്രുതി ഹസനാണ് ഈ സിനിമയിൽ ഏറ്റവും കുഴപ്പം. ശ്രുതി ഹസനാണ്. ശ്രുതി ഹസന്റെ ഓവർ കൂടിപ്പോയതാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. ശ്രുതി ഹസൻ അവിടെ കാണിക്കുന്ന ഒരു ഇമോഷൻ നമുക്ക് കണക്ട് ആവണം. അതുമല്ല നമുക്കൊന്ന് കണക്ട് ആവണ്ട. ഇമോഷൻ കണക്ട് ആയാലല്ലേ പടം കൊള്ളായിരിക്കും. ഇവര് അഭിനയിക്കും പോലെ ഭയങ്കരമായിട്ട് ഓവർ അഭിനയം. ഈ ശ്രുതി ഹസൻ മൻ ശോകമായിരുന്നു. ഒരു വകയ്ക്ക് കൊള്ളൂല്ല ബ്രോ. ലോകേഷിന് ഇതൊന്നും അല്ല പ്രതീക്ഷ. ഒരു ആവറേജ് ഇടയ്ക്കിടയ്ക്ക് കൈയടിക്കാനുള്ള സീൻസ് ഉണ്ട്. അല്ലേ പറയുന്നത്. നാഗാർജുനെ കൊള്ളാം. പിന്നെ നാഗാർജുനയും പിന്നെ സൗബിനും കുഴപ്പമില്ല ചെയ്തിട്ടുണ്ട്. ബാക്കി ആരും കൊള്ളത്തില്ല. ഒരു ഇതുമില്ല. BGM പവർ ഹൗസ് ഒക്കെ ഇറക്കി കിടില്ലായിരുന്നു മോണിക്ക. ഇതൊന്നും തിയേറ്ററിലായില്ല. പവർ ഹൗസ് പടത്തിൽ ഇല്ല. ആ ഫ്ലാഷ് ബാക്ക് കൊള്ളായിരുന്നു. അവിടെ മാത്രം പവർ ഹൗസ് ഇട്ടുണ്ട്. ബാക്കിയെല്ലാം ഏതൊരു മാതിരി ക്ലാസിക്കൽ വെസ്റ്റേൺ മിസ് എന്നൊക്കെ പറഞ്ഞ് അനുരുദ്ധ കേട്ടിട്ടുണ്ട്. ഒരു ആവറേജ് വന്ന് കാണാം. ഞാൻ ഇവിടെ തിങ്കളാഴ്ച ഓണപരീക്ഷ ഓടാൻ പോകണം. അതിന് വരെ വീട്ടിൽ അടി ഉണ്ടായി ഒരു വാക്കി കൊള്ളത്തില്ല. ജസ്റ്റ് കാണുമെങ്കിൽ രജനീകാന്ത് ഫാൻസിന് ഒട്ടും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നില്ല. കാരണം രജനീകാന്ത് സാറിൻ്റെ ഒരു സ്വാങ് ഉണ്ട്. അതൊന്നും ഇല്ല. ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇവിടെ കൈയടിക്കുക, അത്രേ ഉള്ളൂ. BGMs ഒന്നും ഏറ്റിട്ടില്ല. ഇത് ലോകേഷിൻ്റെ പടമാണെന്ന് ലാസ്റ്റ് എഴുതി കാണിക്കുമ്പോൾ തോന്നണം. അല്ലെങ്കിൽ ഇത് ലൈക്ക് നമ്മൾ ഇത്ര എക്സ്പെക്ട് ചെയ്ത് വന്ന 1000 കോടി എന്നൊക്കെ പറഞ്ഞ് ഇത്ര ബിൽഡപ്പ്. പിന്നെ റേറ്റഡ്, അതാണ് കോമഡി ബ്രോ. ഇതിൽ സത്യം കണ്ടില്ല. റേറ്റഡ് ഇല്ല ഈ പടത്തിൽ. അതിനെന്തിനാണ് അല്ലെങ്കിൽ പിന്നെ കുറച്ച് ഫാമിലി ഓഡിയൻസിലും കയറുമായിരുന്നു. ഇപ്പോൾ ആ കളക്ഷനും കൂടെ പോയി. അത്രേ ഉള്ളൂ ബ്രോ. കുഴപ്പമില്ലായിരുന്നു. ലോകേഷിൻ്റെ സിനിമ നമ്മൾ റോളക്സ് ഒന്നുപോലെ ഈ അമീർ ഖാനെ കൊണ്ടുവരാൻ നോക്കിയാൽ അത് നടന്നില്ല വലുതായിട്ട്. പിന്നെ ഈ ലോകേഷ് സാധാരണ എടുക്കുന്ന സിനിമ പോലെ അല്ല ഇത്. പിന്നെ നമുക്ക് അങ്ങനെ അത്രയ്ക്ക് സാറ്റിസ്ഫൈ ആവാനുള്ള. പിന്നെ അനുദിൻ്റെ BGM ഒക്കെ ഉള്ളതാണ് നമുക്ക് കണ്ടിരിക്കുക. എല്ലാവരും എന്ന് പറയാൻ ഈ സംവിധായകൻ ലോകേഷ് അല്ലെങ്കിൽ പടം ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ടോ? ഇത് അങ്ങനെയൊക്കെ ചോദിച്ച് നമ്മളെന്ത് പറയാനാണ്. അല്ല ലോകേഷിന് ഒരു പ്രതീക്ഷയാണോ ഇങ്ങനെ ഒരു അഭിപ്രായം വരാൻ കാരണം? ലോകേഷ് എന്ന ഡയറക്ടർ നമ്മൾ കണ്ടുവരുന്ന രീതി ഉണ്ടല്ലോ. നമ്മൾ ലിയോയും അതൊക്കെ എടുത്തു വരുമ്പം നമ്മൾ അത് വെച്ച് നോക്കുമ്പോൾ അതില്ല, സംഭവം ഇല്ല. സിനിമ നൈസായിരുന്നു. എല്ലാം കൊള്ളാം. കിടില. എല്ലാവരും എൻട്രി നൈസായിരുന്നു. നൈസ് വെച്ചാൽ അടിപൊളിയായിരുന്നു. റിവ്യൂസ് ഒക്കെ അറിഞ്ഞാണോ വന്നത്? കേട്ടില്ല. റിവ്യൂ അറിഞ്ഞാണോ? റിവ്യൂ നോക്കിയില്ല. ആ ഒരു ത്രില്ല് ഞാൻ വന്നു കണ്ടു. കിടില. നൈസ് സിനിമയായിരുന്നു. എന്തിനാണ് നെഗറ്റീവ് കുറച്ച് പറയുന്നത് കേട്ടായിരുന്നു. എന്തിനാണ് പറയുന്നത് എനിക്കറിയത്തില്ല.
കിടില പടം. അമീർ ഖാൻ എങ്ങനെ ഉണ്ടായിരുന്നു? അമീർ ഖാൻ്റെ എൻട്രി, എല്ലാവരും എൻട്രി നൈസ് ആയിരുന്നു സാർ. കിടില വെച്ചാൽ അടിപൊളി. ലാസ്റ്റ് തൂക്കിയിട്ടുണ്ട്. ആ ഒരു അഭിപ്രായങ്ങൾ അറിഞ്ഞോ? നല്ല അറിയാവുന്നതാണോ? അറിഞ്ഞായിരുന്നു. എക്സ്പെക്ടേഷൻ വെച്ച് വരല്ലേ. ആ